നമസ്കാരം. കുലദേവത, പരദേവത, കുടുംബദേവത, ധർമ്മദേവത. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ധർമ്മദേവതയൊന്ന് കാണിച്ചു തരാമോ, അല്ലെങ്കിൽ ധർമ്മദേവത ഏതാണെന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ എൻ്റെ ധർമ്മദേവത കിട്ടണില്ല. ധർമ്മദേവതയുടെ പ്രാധാന്യം, ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. പലർക്കും അറിയാതെയാണ് ഇപ്പോഴും. നമുക്ക് ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എന്താണ് കാരണം എന്ന് നമ്മൾ അത് തിരക്കി നടക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആണ് ജ്യോതിഷനെ, അല്ലെങ്കിൽ അതേ കർമ്മി, അല്ലെങ്കിൽ മാന്ത്രികനെ, പൂജാരി ഒക്കെ നമ്മൾ പോയി കാണുന്നത്, അല്ലെങ്കിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരോട് കൺസൾട്ട് ചെയ്യാന്ന് പറയും. അപ്പൊ കൺസൾട്ട് ചെയ്യുന്നത് ഓരോ ദുരിത അനുഭവങ്ങൾ വരുമ്പോഴാണ്. അപ്പോഴാണ് ഈ ധർമ്മദേവത, കുലദേവത, പരദേവതയൊക്കെ, കുടുംബദേവതയൊക്കെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നത്. എല്ലാ കുടുംബത്തിലും ഓരോ കുടുംബദേവത വെച്ച് ആരാധിച്ചു പോകുന്നതോ, അല്ലെങ്കിൽ പിന്നീട് ക്ഷേത്രങ്ങളിലേക്ക് കൊടുത്ത ആ ക്ഷേത്രങ്ങൾ വഴിയോ, ഒരു കുടുംബദേവത അച്ഛൻ വഴിയോ അമ്മ വഴിയോ, രണ്ട് രീതിയിലും വരാം. അച്ഛൻ വഴിയുള്ള കുടുംബക്ഷേത്രവും വരാം, അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രവും വരാം. പലർക്കും അത് അറിയാത്തത് കൊണ്ട് ആ കുടുംബക്ഷേത്രത്തിന്റെ ദുരിതങ്ങൾ, കുടുംബക്ഷേത്ര ദുരിതങ്ങളല്ല, കുടുംബക്ഷേത്രം നമ്മൾ അറിയാതെ, അല്ലെങ്കിൽ ധർമ്മദേവതയെ അറിയാതെ, പരിപാലിക്കാതെ മറ്റുള്ള മഹാക്ഷേത്രങ്ങളിൽ പോയി എത്ര വലിയ വഴിപാട് കൊടുത്താലും നമുക്കത് പൂർണ്ണമായിട്ടും ഫലത്തിലേക്ക് വരത്തില്ല, അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് വരും. പല കുടുംബങ്ങളിലും ഇന്ന് പ്രശ്നമുണ്ടായിരിക്കുന്നത് ഈ ഒരു കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ ഇതേപോലെ ധർമ്മദേവത അനുകൂലമല്ലാത്തതുകൊണ്ടാണ്. ധർമ്മദേവത അനുകൂലമായാൽ ബാക്കി എന്തൊക്കെ പ്രതികൂലമാണെങ്കിലും ഈ ധർമ്മദേവത നമുക്ക് പൂർണ്ണമായിട്ടും അനുഗ്രഹ സ്ഥാനത്ത് വന്നു നിന്നാൽ അതിൻ്റെതായ ഗുണമുണ്ടാവും. അപ്പൊ നമുക്ക് എങ്ങനെ ധർമ്മദേവതയെ അറിയാം? ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെന്നൊരു ഫീല്, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ഫീല്, നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് ഒരു 10 മിനിറ്റ് വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ്, ഒരു അനുഭൂതി, ഒരു സുഖം, ഒരു സന്തോഷം, മനസ്സിന് തൃപ്തിയൊക്കെ ഉണ്ടാവും. അതാണ് ധർമ്മദേവതാ ക്ഷേത്ര, കുടുംബക്ഷേത്രത്തിൽ നമ്മുടെ കുടുംബത്തിൽ ചെല്ലുന്ന പോലെ. അപ്പം അച്ഛൻ വഴി അമ്മ വഴിയും രണ്ട് വഴിയും നമുക്ക് വരാം. ഒരു വഴിയല്ല. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടേ ഏത് ക്ഷേത്രത്തിലും ദർശനം നടത്തിയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിപാട് നടത്തിയാൽ കാര്യമുള്ളൂ. വീട്ടിലെന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയത്തും മോശം കാര്യങ്ങൾ നടക്കുന്ന സമയത്ത്, എന്ത് കാര്യങ്ങളിലും കുടുംബദേവതയാണ് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ആ സമയത്ത് കുടുംബദേവതയെ നമുക്ക് അനുകൂലമാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ധർമ്മദേവത അനുകൂലമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. വർഷത്തിൽ ഒരിക്കലെങ്കിലും, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴെങ്കിലും കുടുംബക്ഷേത്രത്തിൽ, ഏറ്റവും നല്ലത് 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം, അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബക്ഷേത്ര സന്ദർശനം. വലിയ വഴിപാടൊന്നും കൊടുത്തില്ലെങ്കിലും ചെറിയ വഴിപാടും ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾക്ക് ദേവതയെ തൃപ്തിപ്പെടുത്താം. വലിയ കാശ് മുടക്കുന്നല്ല, പോവുക, അവിടെ ഇരിക്കുക, കുറച്ചു നേരം സംവദിക്കുക ദേവതയുമായിട്ട്. അതൊക്കെയാണ് കുടുംബദേവതയുടെ, അല്ലെങ്കിൽ അവർക്കും ഇഷ്ടം അങ്ങനെ ആയിരിക്കും ദേവതയ്ക്കും. ഇപ്പോൾ ഒരു 7 തലമുറയായിട്ട് ആചരിച്ചു വന്നിരിക്കുന്നതായിരിക്കാം കുടുംബക്ഷേത്രം. 7 തലമുറയായിട്ട് കൈമാറി ഇന്നതാണ്. പലർക്കും അറിയാത്തൊക്കെ ഉണ്ട്. എന്നാൽ ചില ജ്യോതിഷന്മാർ തെറ്റായ കാര്യങ്ങൾ കുടുംബക്ഷേത്രത്തെ പറഞ്ഞു കൊടുത്ത്, നിങ്ങളുടെ കുടുംബക്ഷേത്രം നശിച്ചു പോയി, അവിടെ പുതിയൊരു ക്ഷേത്രം വന്നു, നിങ്ങളുടെ ക്ഷേത്രം ആക്കിയെടുക്കണം. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരാള് പറഞ്ഞൊരു കാര്യം, എൻ്റെ കുടുംബക്ഷേത്രം എന്ന സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഓൾറെഡി ക്ഷേത്രം നശിച്ച് വേറൊരു പ്രതിഷ്ഠ കൊടുത്തു. ആ ക്ഷേത്രം നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുന്നില്ല. നോക്കൂ, എങ്ങനെ സമ്മതിക്കും? ഒരു മഹാക്ഷേത്രത്തിൽ, വലിയ ക്ഷേത്രത്തിൽ ചെന്ന് ഇതെൻ്റെ കുടുംബക്ഷേത്രമാണ്, എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? നമുക്ക് ആചരിക്കാൻ പറ്റാത്തത് കൊണ്ട്, നമുക്കത് കയ്യേറിക്കൊണ്ടു നടക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ബാക്കി ദേവസ്വം ബോർഡോ, അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതി, മറ്റു നാട്ടുകാരോ ഒക്കെ ചേർന്നതിനെ പുനരുദ്ധീകരിച്ച് ചെയ്യുന്നത്. നമുക്കവിടെ പോയി പ്രാർത്ഥിച്ചാൽ മതി, ക്ഷേത്രം കൈയടക്കാനല്ല. അവർ ചോദിച്ചു, എനിക്കത് വീട്ടിൽ വെച്ച് ആവാഹിച്ച് വെച്ച് ആരാധിച്ചുകൂടെ? അത്രയും കപ്പാസിറ്റി ഉണ്ടോ നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിൽ ക്ഷേത്രമൊക്കെ പെടുന്ന വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേവതയെ ആവാഹിച്ച് വെച്ച് ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. കുടുംബദേവത വീട്ടിലാണ് വെക്കേണ്ടത്. പക്ഷേ നമുക്കത് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരിക്കണം. ചോദിച്ചൊരു സ്ത്രീയാണ്, എങ്ങനെ അവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമുക്ക് കുടുംബത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെ, പ്രശ്നങ്ങളൊക്കെ നോക്കുന്ന സമയത്തും കുടുംബദേവത അനുകൂലമല്ലെങ്കിൽ, ഒരു വിവാഹമായിക്കോട്ടെ, സന്താനത്തിനായിക്കോട്ടെ, എന്ത് കാര്യത്തിനും, രോഗദുരിതങ്ങൾ, അപ്പൊ ആ കുടുംബദേവത നമുക്ക് അനുകൂലമാണെങ്കിൽ, ആ കുടുംബദേവതയെ നമുക്ക് ചേർത്ത് നിർത്തിയാൽ നമുക്ക് ഉള്ള സൗഭാഗ്യങ്ങൾ, പലരും മറ്റു പലതിനെ അന്വേഷിച്ച് പോകാൻ മഹാക്ഷേത്രങ്ങളിൽ, ഗുരുവായൂർ, പഴനി പോകുന്നു, മറ്റു മഹാക്ഷേത്രങ്ങളിൽ പോയി ഭജനം ഇരിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. സ്വന്തം അമ്മയെ അച്ഛനെ നോക്കുന്നില്ല. അതാണ് കുടുംബക്ഷേത്രം. നമ്മുടെ അച്ഛനെ അമ്മയെ നോക്കുന്ന പോലെ തന്നെയാണ് കുടുംബക്ഷേത്രം നോക്കേണ്ടത്, ധർമ്മദേവതയെ നോക്കേണ്ടത്. അത് നോക്കാതെ വേറെ എന്ത് ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് കാര്യമുണ്ട്? ചില ആൾക്കാർ ഒരുപാട് പണം മുടക്കി പൂജകൾ ചെയ്യുന്നുണ്ട്, ലക്ഷങ്ങൾ മുടക്കി പൂജകൾ ചെയ്യുന്നു, എന്നിട്ടും പ്രശ്നങ്ങൾ മാറുന്നില്ല. അവിടെ അവരുടെ കുടുംബക്ഷേത്രം അവർക്ക് അനുകൂലമായിരിക്കത്തില്ല.
അപ്പോൾ ധർമ്മദേവത, കുടുംബദേവത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹിന്ദു അല്ലെങ്കിൽ ഇതിനെ വിശ്വസിക്കുന്ന ആൾക്ക് പൂർവികരായിട്ട് അവരുടെ ഐശ്വര്യത്തിനും അവരുടെ സംരക്ഷണത്തിനും അവരുടെ മുന്നോട്ടുള്ള ഔന്നത്യത്തിനും എല്ലാ കാര്യങ്ങൾക്കും അവര് ഉപാസിച്ച് വെച്ച് സേവിച്ച് വെച്ചൊരു ദേവതയെ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ടാവാം. അത് അച്ഛൻ വഴിയായാലും അമ്മ വഴിയായാലും. അത് ചിലപ്പോൾ മഹാക്ഷേത്രമായെങ്കിൽ നിങ്ങൾ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിക്കുക, അല്ലാതെ ക്ഷേത്രം ഇങ്ങ് കൊണ്ടുവരണമെന്നല്ല വിചാരിക്കേണ്ടത്. പ്രാർത്ഥിച്ച് നിങ്ങളാൽ കൊടുക്കാൻ പറ്റുന്ന വഴിപാട് കൊടുത്താൽ മതി. പലരുടെയും കുടുംബക്ഷേത്രങ്ങളിൽ നിന്ന് വലിയ ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ദേവതയെ അവിടെ കൊണ്ടുവച്ചാൽ ശരിയാവുമോ? ദേവത എന്ത് വിചാരിക്കും? ഒന്നും വിചാരിച്ച കഥയില്ല. ദേവതയ്ക്ക് പൂജ കൊടുക്കാൻ എവിടെയാണ് ആപ്റ്റായ സ്ഥലം അവിടെ പൂജ കൊടുക്കുക എന്നുള്ളത്. ദേവതയ്ക്ക് കൃത്യമായി പൂജകളും നിവേദ്യങ്ങളും കർമ്മങ്ങളും കൃത്യമായി കിട്ടുന്ന തൃപ്തിയായിരിക്കും. നിങ്ങൾ പോയി പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ കുടുംബദേവത, ധർമ്മദേവത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കാതിരിക്കുക. കുടുംബദേവതയും ധർമ്മദേവതയും മറന്നിട്ട് ഒരു കർമ്മത്തിനും പോയിട്ട് കഥയില്ല, ഒരു വലിയ ക്ഷേത്രങ്ങളിലും പോയിട്ട് കഥയില്ല. ആദ്യം ധർമ്മദേവത, കുലദേവത, പരദേവത അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവർക്കും അനുഗ്രഹമാവട്ടെ. ധർമ്മദേവത പൊലിച്ചാൽ, കുലദേവത പൊലിച്ചാൽ, പരദേവത പൊലിച്ചാൽ കുടുംബം പൊലിക്കും, കുടുംബം മുന്നോട്ട് പോവും, വിജയമുണ്ടാവും. നന്ദി, നമസ്കാരം.